ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റെസ്പോൺസീവ് CSSനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൊബൈലിൽ, ടാബ്ലറ്റിൽ, PC-യിലൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവണം. അല്ലാതെ അതിന് കാര്യമില്ല. അതായത് നമ്മളിപ്പോൾ മോസ്റ്റ്ലി മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്, പിന്നെ അതേപോലെ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റണം നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്പോൺസീവ് ആക്കും ആ വെബ്സൈറ്റിനെ. അപ്പോൾ റെസ്പോൺസീവ് CSS എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അത് വേറെ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ റെസ്പോൺസീവ് CSS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഓരോ സ്ക്രീൻ സൈസിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിനെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കാം എന്നാണ് ഇതിൽ നോക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു HTML ബോയിലർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റെസ്പോൺസീവ് ആക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടാഗ് ഇതാണ്. മെറ്റ നെയിം ഈക്വൽ ടു വ്യൂ പോർട്ട്, പിന്നെ കണ്ടന്റ് ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ വിഡ്ത്ത് ഈക്വൽ ടു ഡിവൈസ് വിഡ്ത്ത് ഇനീഷ്യൽ സ്കെയിൽ ഈക്വൽ ടു 1.0 അങ്ങനെ കൊടുക്കണം. എന്നാലാണ് അത് ഡിവൈസിൻ്റെ വിഡ്ത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ CSS ഇവിടെ ജസ്റ്റ് ലിങ്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു മെയിൻ ഡിവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ളിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റൈൽസിൽ ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം ഹലോ ഗൈസ് ദിസ് ഈസ് എ ടെക്സ്റ്റ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഡെവലപ്പർ ടൂൾസ് എടുക്കണം. നമുക്ക് ടോഗിൾ ടൂൾസ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത് ഇൻസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എലമെൻറ്റ് കാണാൻ പറ്റും. ഇനി നമുക്ക് റെസ്പോൺസീവ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ഇതിലൊരു മോഡുണ്ട്. ഈ വെബ് ഡെവലപ്പറിൽ തന്നെയാണ് റെസ്പോൺസീവ് ഡിസൈൻ മോഡ്. Ctrl+Shift+M ഇങ്ങനെ കൊടുത്താൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ പിക്സൽസ് കാണാൻ പറ്റും, ഹൈറ്റ്, വിഡ്ത്ത്, പിന്നെ ഈ വിൻഡോ നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ വിൻഡോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ചെറുതാവുന്നൊക്കെ ഉണ്ട്. നമുക്കിത് വലുതാക്കാം, ചെറുതാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പിക്സൽസിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ വെബ്സൈറ്റിനെ എങ്ങനെ റെസ്പോൺസീവ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ മെയിൻ ഡിവിനെ നമുക്ക് ക്ലാസ് മെയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ റെഫറൻസ് ചെയ്യാം. അതിൻ്റെ ഹൈറ്റ് 100 VH വിഡ്ത്ത് ഒരു 800 പിക്സൽസ് കൊടുക്കാം നമുക്ക്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ലൈറ്റ് സ്കീ ഗ്രീൻ കൊടുക്കും. ഇനി നമ്മൾ അത് സേവ് ചെയ്തിട്ട് നമ്മൾ ബ്രൗസർ തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ 800 പിക്സൽസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് 480 പിന്നെ 1048 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 800 പിക്സൽസാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ 800 പിക്സൽസ് കൊടുത്തതിനനുസരിച്ച് ഇവിടെ സ്ക്രോൾ ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൊള്ളാത്ത സ്ക്രോൾ ബാറിലായിട്ട് സ്ക്രോളിങ്ങിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ 314 കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഇത് റെസ്പോൺസീവ് ആക്കാമെന്ന് നോക്കാം. നമുക്ക് റെസ്പോൺസീവ് ആക്കുമ്പോൾ നമുക്ക് ഓരോ വിഡ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏത് വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 600 പിക്സൽസിന് താഴെ ആവുമ്പോൾ നമുക്കിപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ച് കുറക്കണം എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കുറക്കാം. അതേപോലെ തന്നെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാം. അങ്ങനെ എന്ത് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം. ഇപ്പോൾ നമ്മൾ ഇതിനുള്ള P ടാഗിന് നമുക്കിപ്പോൾ ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഫോണ്ട് സൈസ് ഒരു 60 പിക്സൽസ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വലിയ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് റെസ്പോൺസീവ് ആക്കാം ഇതിനെ. അതിന് @media എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ടാഗ് അല്ല, @media പറഞ്ഞൊരു സംഭവം. മീഡിയ ക്വറി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിൽ നമ്മൾ മാക്സ് വിഡ്ത്ത് 600 പിക്സൽസ് എന്ന് കൊടുത്തിട്ട് ഇത് മൊത്തം പാരന്തസിസിനുള്ളിലാക്കണം.
മാക്സ് വിഡ്ത്ത് ഇപ്പോൾ 600 പിക്സൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 600 പിക്സൽസിന് താഴെയുള്ള സൈസസിലാണ് അപ്ലൈ ആവുക. കാരണം മാക്സിമം വിഡ്ത്ത് 600 പിക്സൽസ് ആണ്. അപ്പോൾ അതിന് താഴെയുള്ളതിനൊക്കെ ഇത് അപ്ലൈ ആവണം. എന്താണ് 600 പിക്സൽസ് വരെയുള്ള എല്ലാ സൈസസിനും ഇത് അപ്ലൈ ആവും. അപ്പോൾ നമ്മൾ ഇതിൽ പി ഫോണ്ട് സൈസ് ഒരു 24 പിക്സൽസ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് 1032 പിക്സൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോണ്ട് സൈസ് ഇപ്പൊ 60 പിക്സൽസ് ആണ്. ഇനി നമുക്ക് 600 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിന്റെ സൈസ് പെട്ടെന്ന് ചെറുതായിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ 601 ആണ് ഇവിടെ കൊടുത്തതെന്നുണ്ടെങ്കിൽ അപ്പൊ 60 പിക്സൽസ് തന്നെ ആയിരിക്കും ഫോണ്ടിന്റെ. 600 600ന് താഴെ ആവുമ്പോൾ അതിന്റെ സൈസ് അത് കുറയും. കണ്ടോ, പെട്ടെന്ന് അതിന്റെ സൈസ് അത് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റെസ്പോൺസീവ് ആക്കുക. അപ്പോൾ സാധാരണ ഞാനത് ചെയ്യുമ്പോൾ ഒരു 3 ബ്രേക്ക് പോയിന്റ്സ് ആണ് കൊടുക്കാറുള്ളത്. ഒന്ന് എന്താണ്, കുറച്ച് വലിയ സ്ക്രീൻസിനും പിന്നെ പി സിയിൽ തന്നെ കുറച്ച് ചെറിയ സ്ക്രീൻ ഉണ്ടാവില്ല, അങ്ങനെ ഒന്നിന് കൊടുക്കും. പിന്നെ ടാബ്ലറ്റ്സിനനുസരിച്ചിട്ട് കൊടുക്കും. ടാബ്ലറ്റ്സിന് ഞാൻ സാധാരണ ഒരു 750 പിക്സൽസ് അവിടെയാണ് കൊടുക്കാറ്. പിന്നെ മൊബൈൽസിന് ഒരു 550 പിക്സൽസ് കൊടുക്കും മാക്സിമം. അപ്പോൾ അതും അതിന് താഴെയുള്ളതിലൊക്കെ വർക്കാവുന്ന രീതിയിൽ ചെയ്യാറാണ് സാധാരണ. അപ്പോൾ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഡോട്ട് മെയിനിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ മറൂൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം മറൂൺ ആയിട്ടുണ്ട്. പക്ഷെ 600 പിക്സൽസിന് മുകളിൽ പോയാൽ വീണ്ടും ആ ലൈറ്റ് സീ ഗ്രീൻ തന്നെ ആയിട്ടുണ്ട്. 600 പിക്സൽസ് താഴെ ആകുമ്പോൾ മറൂൺ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എന്ത് വാല്യൂസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽസിന്റെ സ്ക്രീനിനനുസരിച്ചിട്ടൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിനെ. അതായത് ഇപ്പോൾ 600 പിക്സൽസിന് താഴെ നമുക്ക് ചിലപ്പോൾ എന്താണ് റോ ആയിട്ടായിരിക്കും കണ്ടൻസ് വരേണ്ടത്, ഇങ്ങനെ അടിയിക്കായിരിക്കും വരേണ്ടത്. പക്ഷെ നമ്മുടെ സാധാ വെബ്സൈറ്റിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മളിങ്ങനെ സൈഡിലേക്കാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് മൊബൈലിലാവുമ്പോൾ അടിയിക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലെക്സ് ബോക്സിലൊക്കെയാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് അത് റോ ആക്കിയാൽ മതി. ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആക്കിയ കോളാക്കുക, അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ മീഡിയ ക്വയറി കൊടുത്തിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. എല്ലാത്തിലും കമ്പാറ്റബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലെക്സ് ബോക്സ് വെച്ചിട്ട് എങ്ങനെ റെസ്പോൺസീവ്നെസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മെയിനിൽ നമ്മൾ കുറച്ച് ഡിവ്സ് കൊടുക്കുകയാണ്. ക്ലാസ് ഈക്വൽ ടു 1 അങ്ങനെ കുറച്ച് ഡിവ്സ് കൊടുക്കുന്നുണ്ട്. 2 3 4 എന്ന് പറഞ്ഞിട്ട് 3 4 അപ്പോൾ 4 ഡിവ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ നെയിം ഇതിലൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് വിസിബിൾ ആവും വെബ്സൈറ്റിൽ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 എലമെന്റ്സ് കാണാൻ പറ്റും. 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ഇനി സ്റ്റൈൽസിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഈ മീഡിയ ക്വയറിയും ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് .1 നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഈ 4 എലമെന്റ്സിന് നമുക്ക് ഓരോ കളേഴ്സ് കൊടുക്കാം. ഇത് .2 .3 ഇത് .4. 4 എണ്ണത്തിന് നമുക്ക് 4 കളർ കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ പാരന്റ് കണ്ടെയ്നറിൽ നമ്മൾക്ക് ഫ്ലക്സ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫ്ലക്സ് ബോക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ
ഫ്ലെക്സ് ബോക്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫ്ലെക്സ് ബോക്സ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 എലമെന്റ്സ് കാണാൻ പറ്റും. 1 2 3 4 ചെറുതായിട്ടൊരു ഇതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫ്ലെക്സ് 1 ഇത് 4 എണ്ണത്തിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 എണ്ണത്തിലും ഫ്ലെക്സ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈക്വൽ ആയിട്ട് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഹൈറ്റ് നമുക്ക് 100 VH കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ Ctrl+Shift+M അമർത്തിയിട്ട് നമ്മൾ റെസ്പോൺസീവ് ഡിസൈനിലേക്ക് എടുത്തു. ഇനി നമ്മൾ ചെറുതാക്കണമെന്നുണ്ടെങ്കിലും ഇത് അതിനനുസരിച്ച് ചെറുതാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇത് വെബ്സൈറ്റിൽ ഇപ്പോൾ ഇത് കണ്ടൻസ് ആണ് വിചാരിക്കുക. ഇതിപ്പോൾ കണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെറുതായി പോകുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ ഒരു 600 പിക്സൽസ് ഒക്കെ ആയാൽ ഇത് ഇങ്ങനെ വരുന്നതിന് പകരം അടിയിക്ക് വരുത്താനാണ് നമ്മൾ നോക്കുക. അതായത് മൊബൈൽസിലൊക്കെ ഇപ്പോൾ അടിയിക്ക് കാണിക്കാനാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയ ക്വയറി ഡിഫൈൻ ചെയ്യാം. മീഡിയ നമ്മൾ മാക്സിമം വിഡ്ത്ത് 600 പിക്സൽസ്. അപ്പോൾ 600 പിക്സൽസിന് താഴെയുള്ളതിനൊക്കെ ഇത് അപ്ലൈ ആവും. ഇപ്പോൾ ഈ പാരന്റ് എലമെന്റ് ഡോട്ട് മെയിനിൽ നമുക്ക് ഫ്ലെക്സ് ഡയറക്ഷൻ കോളം കൊടുക്കാം. ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 600 പിക്സൽസ് ആയാൽ അതിൻ്റെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആയിട്ടുണ്ട്. 600 പിക്സൽസിന് മുകളിലാവുമ്പോൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഹാൻഡിയാണ്. ഇപ്പോൾ കണ്ടോ, നമുക്ക് മൊബൈൽസിൽ ഇങ്ങനെ അടിയിക്ക് ഡിസ്പ്ലേ ചെയ്യാം. കുറച്ച് വലിയ സ്ക്രീൻ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതാണ് റെസ്പോൺസീവ് ഡിസൈനിങ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ബേസിക്സ് ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനുള്ളിലുള്ള വാല്യൂസ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയാൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് റെസ്പോൺസീവ് ആക്കി എടുക്കാം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എന്ത് വേണമെങ്കിൽ ഈ മീഡിയ ക്വയറിയുടെ ഉള്ളിൽ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പോൺസീവ് ആക്കാം. അപ്പോൾ നമ്മുടെ CSS സീരീസ് ഇവിടെ തീരുകയാണ്. അത്രയാണ് നമ്മൾ CSSനെ കുറിച്ച് നോക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങും.